കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്ങര ശ്രീ മഹാദേവർ ക്ഷേത്രം ഒരുപക്ഷെ ഈ ജില്ലയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമെന്ന് പറയുമ്പോൾ പെരുന്തച്ചനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. പരശുരാമൻ കേരളത്തിൽ 108 ദേവാലയങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഈ കൊട്ടാരക്കര ശ്രീ മഹാദേവർ ക്ഷേത്രം എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ കുടികൊള്ളുന്ന ദേവൻ മഹാദേവൻ ഉഗ്രമൂർത്തിയാണ്. അദ്ദേഹം പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ളതാണ്. അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ നിരവധി അനുഭവങ്ങളാണ് പലർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി പുതിയ ഭരണസമിതി ഈ ക്ഷേത്രത്തിൽ വരികയും ഞങ്ങളൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വിനായക എസ് അജിത് കുമാറും ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളും വളരെ യോജിപ്പോടുകൂടി മുന്നോട്ട് നീങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രം ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വേദിയായിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ശിവേലി പന്തൽ, അതുപോലെ തന്നെ ഇവിടെ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സ്റ്റേജ്, ഓഡിറ്റോറിയം, അതുപോലെ തന്നെ സർപ്പക്കാവ്, ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ചുറ്റമ്പലത്തിൽ മുഴുവൻ പിത്തളപാകി, ഇതിനുള്ളിലുള്ള മുഴുവൻ തൂണുകൾ പിത്തളപാകി, കതകുകളെല്ലാം പിത്തളപാകി, അതിനുള്ളിൽ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു ഹോമകുണ്ഡം, അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഒരു ഗണപതിയുടെ പ്രത്യേക വിഗ്രഹമുണ്ട്. അത് ഒരു ക്ഷേത്രമാക്കി മാറ്റി തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വിനായക എസ് അജിത് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വഴിപാടായി ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 6 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ദേവസ്വത്തിൻ്റേതായിട്ടുള്ള സദ്യാലയം, അതേപോലെ തന്നെ പുതിയ ദേവസ്വം ഓഫീസിൻ്റെ നവീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവർ നടത്തി. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനം നാളെ ഇവിടെ നിർവഹിക്കുകയാണ്. 2 ദിവസത്തെ ശിവരാത്രി മഹോത്സവമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാളെ സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാന്യനായ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലും, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് PS പ്രശാന്തും, ബോർഡ് മെമ്പറായിട്ടുള്ള അഡ്വക്കേറ്റ് അജികുമാറും ഉൾപ്പെടുന്ന നമ്മുടെ ദേവസ്വത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവർ, ഈ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണമേനോൻ അടക്കമുള്ളവർ ചേർന്ന് ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനങ്ങൾ നിർവഹിക്കും. അതിനുശേഷം സാംസ്കാരിക സമ്മേളനം, അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത സിനിമാ നടനായിട്ടുള്ള ശ്രീ ദിലീപാണ്. ഒപ്പം വൈകിട്ട് 9 മണി മുതൽ പ്രശസ്ത പിന്നണി ഗായകനായിട്ടുള്ള മുരളീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ ഇവിടെ എല്ലാവിധമായ നടന്നുകൊണ്ടിരിക്കുന്ന പൂജകൾ, പ്രത്യേകതരം പൂജകൾ, അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ശിവരാത്രിക്ക് രാവിലെ മുതൽ തന്നെ പ്രത്യേകമായ പൂജകളുണ്ട്. അതോടൊപ്പം തന്നെ ശിവരാത്രി വ്രതമനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. രാത്രിയിലും പകലും അവർക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവിടെ വന്നെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കുൾപ്പെടെയുള്ളവർക്കും ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശിവരാത്രി ദിവസം ഏറ്റവും പ്രത്യേകതമായിട്ടുള്ളത് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പൂമൂടൽ ചടങ്ങാണ്. രാത്രി 11 മണിക്ക് പൂമൂടൽ ചടങ്ങുണ്ട്. പൂമൂടൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 125-150 പറ പൂവ് ഭഗവാന് സമർപ്പിച്ച് മുഴുവൻ ഭഗവാൻ അത് നിവേദ്യമായിട്ട് സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ആശാ ശരത്ത്, പ്രശസ്ത സിനിമ നടിയും അതുപോലെ തന്നെ ഡാൻസ് നടി കൂടിയായിട്ടുള്ള ആശാ ശരത്തിൻ്റെ ഡാൻസ് പ്രോഗ്രാമും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ 2 ദിവസത്തെ ശിവരാത്രി മഹോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി ഈ ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുകയും ഒപ്പം അടുത്ത ജൂൺ മാസത്തിൽ ഇവിടെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊടിമരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി സ്വർണ്ണക്കൊടിമരം ഭഗവാന് സമർപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, പടിഞ്ഞാറ്റിങ്ങര ശ്രീ മഹാദേവർ ക്ഷേത്രം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
അഭൂതപൂർവമായ ജനത്തിരക്ക് ഇവിടെ രാവിലെയും വൈകിട്ടുമെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ചൈതന്യം കൂടുതൽ അർത്ഥവത്തായിരിക്കുന്നു. എല്ലാവർക്കും കൂടുതൽ അനുഗ്രഹം ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിലെല്ലാം ഞങ്ങളുടെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വിനായക സജിത് കുമാറിനോട് ഞങ്ങളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനം, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.